ഇപ്പോൾ ലതീഷ് കൂടി എന്നോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. കോഴിക്കോട്ട് മഴയാണ്, കൊടചൂടിയാണ് ലതീഷ് നിൽക്കുന്നത്. ലതീഷ്, മഴയിൽ നിറഞ്ഞൊരു ഗുഡ് മോർണിംഗ്. എന്താണ് മഴയുടെ ഇന്നത്തെ അവസ്ഥ? മലയോര മേഖല, തീരദേശ മേഖല, നഗരമേഖലയൊക്കെ മഴ പെയ്യുന്നുണ്ടോ? മനു, റെഡ് അലേർട്ട് ആണ് ജില്ലയിൽ പ്രഖ്യാപിച്ചത്. റെഡ് അലേർട്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ റെഡ് അലേർട്ടിന് നിലനിൽക്കുന്ന അത്ര മഴയില്ല. ചാറ്റൽ മഴയാണ് രാവിലെ മുതലുള്ളത്. മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. 10 മണിയോടുകൂടി ഈ നില തുടരുകയാണെങ്കിൽ റെഡ് അലേർട്ടിൽ നിന്ന് മാറ്റം വരാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി കാര്യമായ ശക്തമായ മഴ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലില്ല. തീരപ്രദേശങ്ങളിലും മഴ കുറവാണ്. മലയോര മേഖലകളിലാണ് ഒറ്റപ്പെട്ട കനത്ത മഴ തുടരുന്നത്. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് കനത്ത മഴ ഉണ്ടായിരുന്നെങ്കിലും റെഡ് അലേർട്ട് ഉൾപ്പെടെ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ 2 ദിവസവും മഴ മാറി നിന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ജലനിരപ്പെല്ലാം കുറഞ്ഞിരുന്നു. ഇന്നലെ രാത്രി മലയോര മേഖലയിൽ കനത്ത മഴ പെയ്തതിനാൽ ജലനിരപ്പ് താരതമ്യേന ഉയർന്നിട്ടുണ്ട്. എന്നാൽ വെള്ളം കയറി ഏതെങ്കിലും തരത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമോ മറ്റോ ഒന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ ഉണ്ടായിട്ടില്ല. മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിൽ, അതായത് വടക്കൻ മേഖലയിൽ, ജില്ലയുടെ വടക്കൻ മേഖലയിലാണ് മഴ ശക്തി പ്രാപിക്കുക എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ വടകര താലൂക്കിൽ മാത്രമാണ് ഇന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത്. ഒപ്പം ജില്ലയിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം ഇതിനകം തന്നെ താലൂക്ക് തലത്തിൽ നൽകിയിട്ടുണ്ട്. മനു. ശരി, ലതീഷ് കോഴിക്കോട്ടെ വിവരങ്ങൾ നമുക്ക് നൽകിയത്.